ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ദിവസം ഏത് കവിതയായിരുന്നു പഠിച്ചു തുടങ്ങിയത്? നമ്മുടെ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിലെ ഒരു ഭാഗമായിരുന്നു നമ്മൾ പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ എന്ത് ഭാഗമായിരുന്നു നമ്മൾ പഠിച്ചത്? ആ ഒരു ജ്ഞാനപ്പാനയിൽ പറഞ്ഞിരിക്കുന്നതാണ് മനുഷ്യൻ്റെ ആ മനസ്സിൻ്റെ ഓരോ മനുഷ്യൻ്റെ ആ ഒരു അവസ്ഥകൾ, ആ ഒരു അവസ്ഥയുടെ കാര്യമൊക്കെയല്ലേ നമ്മൾ പഠിച്ചത്. എന്തൊക്കെ പഠിച്ചായിരുന്നു? സ്ഥാനമാനങ്ങളെ ചൊല്ലി വഴക്കിടുന്ന മനുഷ്യനെ പറ്റി, സ്ഥാനങ്ങളെ ചൊല്ലി വഴക്കിടുന്ന ആ ഒരു മനുഷ്യന്റെ കാര്യം നമ്മൾ പഠിച്ചു. പിന്നെന്താണ് ആ മതമത്സരം, എന്താണ് ആ ഒരു അഹങ്കാരം കൊണ്ടുള്ള ആ ഒരു മത്സരത്തിലുള്ള ആൾക്കാരെ, അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കണ്ടു. പിന്നെന്താണ് കൊട്ടാരങ്ങളിൽ സേവകരായിട്ട് പോയിട്ട് പിന്നെ അവരാണ് ഏറ്റവും വലിയ ആൾക്കാരെന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം. പിന്നെന്താ കഴിഞ്ഞു? പിന്നെ കുഞ്ചി കൊണ്ട് വളർത്തുന്ന കുഞ്ഞിനെ കഞ്ഞിക്ക് അവർക്ക് ആഹാരം കൊടുക്കാൻ മാർഗമില്ലാതെ ആ കുഞ്ഞുങ്ങളെ വിൽക്കുന്നത് നമ്മൾ കണ്ടില്ലേ, അത് കണ്ടു. പിന്നെന്താണ് നമ്മൾ കണ്ടത്? അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്ണാൻ പോലും കൊടുക്കുന്നില്ല. കുറെ ആൾക്കാരാണെങ്കിൽ എന്താണ്, അവരുടെ അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും പോലും കഴിക്കാനുള്ള ഭക്ഷണം പോലും കൊടുക്കുന്നില്ല. അങ്ങനെയുള്ള കുറെ ആൾക്കാർ, അതുതന്നെയല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. നമുക്ക് ബാക്കി പഠിക്കപ്പെട്ട മനുഷ്യന്റെ ഓരോരോ അവസ്ഥകളെ പറ്റി പറഞ്ഞിരിക്കുന്നത്. പൂന്താനത്തിനെ പറ്റി പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ആ ഒറ്റ കൃതിയാണ് എന്താണ്? ജ്ഞാനപ്പാന. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ആ ഒരു ഭക്ത കവി. ഞാൻ പറഞ്ഞില്ലേ, ഭക്ത കവി എന്നല്ലേ നമ്മൾ അദ്ദേഹത്തിനെ പറ്റി, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യങ്ങളാണ്. നമുക്ക് ബാക്കി പാഠഭാഗത്തിലേക്ക് പോവാം. അഗ്നിസാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ. ശത്രുക്കൾ കണ്ടു ശിക്ഷിച്ചു ചെല്ലുമ്പോൾ ശത്രുവെ പോലെ ബുദ്ധിക്കുന്നു ചിലർ. വന്ദിതന്മാരെ കാണുന്ന നേരത്തു നിന്ദിച്ചത്രേ പറയുന്നിതു ചിലർ. കാൺകെ നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വമീ വണ്ണം നിൽക്കൂവെന്നും ചിലർ. ബ്രാഹ്മണ്യം കൊണ്ടു കുന്തിച്ചു ബ്രഹ്മാവു വേവേക്കവെന്നു ചിലർ. യുദ്ധമോരോന്നു ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാപം ശിവ ശിവ. എന്താണ് ഇപ്പൊ നമുക്ക് പഠിക്കാനുള്ളത്? സ്വപ്നത്തിൽ എന്താണ് അഗ്നിസാക്ഷിണി ആയൊരു പത്നിയെ, അഗ്നിസാക്ഷിണി ആയ ഒരു ഭാര്യ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ആചാരപ്രകാരം വിവാഹം കഴിച്ചത്, അതാണ് അഗ്നിസാക്ഷിണിയായിട്ടുള്ള ഒരു ഭാര്യ. നമ്മുടെ ആചാരപ്രകാരം, നമുക്ക് ഇപ്പം ഹിന്ദു മതത്തിലാണെങ്കിലോ മറ്റു മതത്തിലാണെങ്കിലോ ഓരോ ആചാരപ്രകാരമല്ലേ നമ്മുടെ ഭാര്യ നമ്മൾ സ്വീകരിക്കുന്നത്, പത്നിയായിട്ട് സ്വീകരിക്കുന്നത്. അപ്പോൾ ആചാരപ്രകാരം വിവാഹം കഴിച്ചിരിക്കുന്ന ആ ഒരു പത്നിയെ പോലും, ഭാര്യ, പത്നി എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്നി, ഭാര്യ, പത്നി ഭാര്യ. അഗ്നിസാക്ഷിണിയായിട്ടുള്ള ആചാരപ്രകാരം വിവാഹം കഴിച്ചിരിക്കുന്ന ഭാര്യയെ പോലും സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ. എന്തായിരിക്കാം? ചിലര് ഭാര്യ ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല, അവർക്ക് അവരവരുടെ സുഖവും അവരവരുടെ കാര്യങ്ങളുമായിട്ട് അവരങ്ങ് പോവുകയാണ്. അപ്പോഴെന്താണ് അഗ്നിസാക്ഷിണിയായിട്ടുള്ള അഗ്നി തീക്ക് സാക്ഷി നിർത്തിയല്ലേ വിവാഹം നടത്തുന്നത്. അഗ്നി തീയാണ്, അഗ്നി തീയാണ്, തീ. അപ്പോഴ് അഗ്നിസാക്ഷിയായിട്ടല്ലേ വിവാഹങ്ങൾ പലതും നടത്തുന്നത്. നമ്മുടെ അമ്പലങ്ങളിൽ വെച്ചുള്ള കല്യാണമാണെങ്കിലും അല്ലാതെ എന്താ ഹിന്ദു കല്യാണങ്ങൾക്ക് എന്താണ് നിലവിളക്ക് കത്തിച്ചു വെച്ചിട്ടല്ലേ. എന്താണ് നിലവിളക്ക് എന്ന് വെച്ചാൽ ഒരു ഐശ്വര്യത്തിന്റെ പ്രതീകമാണ്. ഒരു ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ടുള്ള ആ ഒരു നിലവിളക്ക്, ആ ഒരു അഗ്നിയെ സാക്ഷി നിർത്തിക്കൊണ്ടാണ്, അഗ്നിസാക്ഷി അഗ്നിയെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് വിവാഹം നടക്കുന്നത്. അപ്പോഴെന്താണ് ആ അഗ്നിയെ സാക്ഷി നിർത്തിക്കൊണ്ടുള്ള, അതാണ് ഒരു ആചാരപ്രകാരമുള്ള വിവാഹം, ആചാരപ്രകാരം ഉള്ള ഒരു വിവാഹമാണ്. അഗ്നിസാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ. എന്താണ് സ്വപ്നത്തിൽ പോലും? നമ്മൾ സ്വപ്നം കാണുന്നത് എപ്പോഴാണ്? ഉറങ്ങുമ്പോഴല്ലേ. അപ്പോഴാ സ്വപ്നത്തിൽ പോലും, ഉറക്കത്തിൽ സ്വപ്നത്തിൽ പോലും ഭാര്യയൊന്നും കാണുന്നില്ല ചിലര്. എന്താണ്, ഒരു പക്ഷെ അവര് വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിലായിരിക്കാം, ഇല്ലെങ്കിൽ തന്നെ എന്താണ് നമുക്ക് ഭാര്യയെ വേണ്ടായിരിക്കാം അല്ലേ. ദൂരസ്ഥലങ്ങളാണെങ്കിൽ സ്വപ്നത്തിലെങ്കിലും ഒന്ന് കാണും. അപ്പോഴെന്താണ് അവർ പക്ഷെ ഭാര്യ മടുത്ത് കാണും, അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സുഖങ്ങൾ തേടി പോകുന്ന ആളുകളായിരിക്കാം. അപ്പോൾ പലതരത്തിലുള്ള മനുഷ്യന്റെ അവസ്ഥയിലേക്ക് പറഞ്ഞിരിക്കുന്നത്.
ഈ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ, സത്തുക്കൾ കണ്ടു ശിക്ഷിച്ചു ചെല്ലുമ്പോൾ ശത്രുവെ പോലെ ക്രുദ്ധിക്കുന്നു ചിലർ. എന്താണ് സത്തുക്കൾ? സത്തുക്കൾ എന്ന് പറയുന്നത് നല്ല ആളുകളെയാണ് കേട്ടോ. സത്തുക്കൾ നല്ല ആളുകൾ. സത്തുക്കൾ എന്താണ്? നല്ല ആളുകൾ. നല്ല ആളുകൾ എന്ന് പറയുന്നത് എന്താണ്? സത്തുക്കൾ. സത്തുക്കൾ നല്ല ആളുകളാണ്. സത്തുക്കൾ കണ്ടു ശിക്ഷിച്ചു ചെല്ലുമ്പോൾ ശത്രുവെ പോലെ ക്രുദ്ധിക്കുന്നു ചിലർ. ക്രുദ്ധിക്കുക, ദേഷ്യപ്പെടുക എന്നാണ്. ക്രുദ്ധിക്കുക, ദേഷ്യപ്പെടുക. ക്രുദ്ധിക്കുക, ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ നല്ല ആളുകൾ ചെല്ലുമ്പോൾ എന്ത് ചെയ്യുന്നു? ദേഷ്യപ്പെടുവാണ് ചിലര്. ദേഷ്യപ്പെടുക, ക്രുദ്ധിക്കുക എന്ന് പറയുന്നത് ദേഷ്യപ്പെടുക. അപ്പോൾ നല്ല ആളുകൾ എന്താണ്? ആ സത്തുക്കൾ കണ്ടു ശിക്ഷിച്ചു ചെല്ലുമ്പോൾ ശത്രുവെ പോലെ ക്രുദ്ധിക്കുന്നു ചിലർ. നല്ല ആളുകൾ നല്ല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുകൊണ്ട് ചെല്ലും. അങ്ങനെയൊന്നും ചെയ്യരുത്, അങ്ങനെയൊന്നും ആകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഉപദേശങ്ങൾ തരില്ലേ? നല്ല ഉപദേശങ്ങൾ നമുക്ക് കിട്ടില്ലേ? അപ്പോൾ ആരുടെ കയ്യിൽ നിന്നാണ് ആ നല്ല ഉപദേശങ്ങൾ കിട്ടുന്നത്? നല്ല ആളുകളുടെ കയ്യിൽ നിന്നാണ് നല്ല ഉപദേശങ്ങൾ നമുക്ക് കിട്ടുന്നത്. അപ്പോഴാ നല്ല ആളുകൾ എന്ന് പറയുന്നത് എന്താണ്? സത്തുക്കൾ. സത്തുക്കൾ നമ്മൾ പുതുതായിട്ട് പഠിക്കുന്ന ഒരു പുതിയ പേരാണ് സത്തുക്കൾ. സത്തുക്കൾ എന്ന് പറയുന്നത് നല്ല ആളുകളാണ്. ആ നല്ല ആളുകൾ എന്താണ്? ആ ആളുകൾ ശിക്ഷിച്ചു ചെല്ലുമ്പോൾ ശത്രുവെ പോലെ ക്രുദ്ധിക്കുന്നില്ല. അപ്പോഴെന്താണ്? ശത്രുവിനെ പോലെ അപ്പോഴവരെ ശത്രുവിനെ പോലെ കാണുന്നു. അപ്പോൾ നല്ല ആളുകൾ ഉപദേശങ്ങൾ കൊണ്ട് ചെല്ലുമ്പോൾ അവരെ ആരെ പോലെ കാണുന്നു? ശത്രുവിനെ പോലെ കണ്ടിട്ട് എന്ത് ചെയ്യുന്നവരോട്? ക്രുദ്ധിക്കുന്നു. ക്രുദ്ധിക്കുക, ദേഷ്യപ്പെടുക. ക്രുദ്ധിക്കുന്നു, അവരെ ദേഷ്യപ്പെട്ട് അവരോട് ശത്രുവിനെ പോലെ കാണുന്നു. അവരൊരു ശത്രുവായിട്ട് അവരെ കാണുന്നു, അവരോട് ദേഷ്യപ്പെടുന്നു. കണ്ടോ? സത്തുക്കൾ കണ്ടു ശിക്ഷിച്ചു ചെല്ലുമ്പോൾ ശത്രുവെ പോലെ ക്രുദ്ധിക്കുന്നു ചിലർ. കണ്ടോ? ഓരോ മനുഷ്യരും ഓരോ തരത്തിൽപ്പെട്ട ആളുകളല്ലേ? ഓരോരുത്തർക്കും ഓരോ സ്വഭാവമാണ്, ഓരോ സ്വഭാവ രീതികളാണ്. അപ്പൊ എങ്ങനെയുള്ള ആളുകളാണ്? നമ്മൾ എന്തെല്ലാം തരത്തിലുള്ള ആളുകളാണ് നമ്മൾ ഇതിൽ കാണുന്നത് അല്ലേ? നമ്മൾ പറയുന്നത് എന്താണ് പറയുന്നത്? ബഹുജന പലവിധം. ഓരോരുത്തർക്കും എത്ര ആളുകളുണ്ടോ അവർക്ക് എല്ലാവർക്കും ഓരോരോ സ്വഭാവങ്ങളായിരിക്കും. ഇപ്പൊ തന്നെ നമ്മൾ ശ്രദ്ധിച്ച നമ്മുടെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? എല്ലാവർക്കും ഓരോരോ സ്വഭാവങ്ങളല്ലേ? ഒരേ സ്വഭാവത്തിലുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഇരട്ട കുട്ടികളാണെങ്കിൽ പോലും ട്വിൻസ് ഇല്ലേ, അവരാണെങ്കിൽ പോലും ഒരുപോലെ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും എന്താണ്? അവർക്ക് രണ്ട് സ്വഭാവങ്ങളായിരിക്കും. രണ്ട് സ്വഭാവങ്ങൾ അവർക്ക് ആയിരിക്കും. അപ്പോഴെന്താണ്? എത്രത്തോളം ആളുകളുണ്ടോ അത്രത്തോളം സ്വഭാവ വിശേഷങ്ങളുമായിരിക്കും. ഓരോരുത്തർക്കും ഓരോ സ്വഭാവം. എന്തുമായാലും ഒരാൾ മറ്റൊരാളുടെ ഒരിക്കലും താരതമ്യപ്പെടുത്തി നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ. വന്ദിതന്മാരെ കാണുന്ന നേരത്തു നിന്ദിച്ചത്രേ പറയുന്നിതു ചിലർ. എന്താണ് വന്ദിതന്മാരെന്ന് പറയുമ്പോൾ? നമുക്ക് ബഹുമാനിക്കേണ്ടുന്ന ആളുകൾ. നമുക്ക് ബഹുമാനിക്കേണ്ടുന്ന ആരൊക്കെയുണ്ട്? ആരൊക്കെയാണ്? മാതാ, പിതാ, ഗുരു, ദൈവം. അങ്ങനെ നാലുപേർ നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് പഠിക്കുന്ന കാര്യമല്ലേ? മാതാവിനെയും പിതാവിനെയും ഗുരുക്കന്മാരെയും ആരെ പോലെ കാണണമെന്നാ? ദൈവത്തിനെ പോലെ കാണണം. അത് മാത്രം അവരെ മാത്രം കണ്ടാൽ മതിയോ? പോരാ. വന്ദിതന്മാരെന്ന് വെച്ചാൽ വേറെ ആയിരിക്കണം. നമുക്ക് ബഹുമാനം തോന്നുന്ന ആളുകൾ, നമ്മൾ പ്രായത്തിൽ മൂത്ത ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. ഇപ്പൊ നോക്കിക്കേ, നിങ്ങൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളല്ലേ? അപ്പൊ നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചേച്ചിമാരോടും ചേട്ടന്മാരോടും നിങ്ങൾക്കൊരു ബഹുമാനം മനസ്സിൽ വേണം, എപ്പോഴും ഉണ്ടാകണം. അപ്പോൾ ആരെയൊക്കെയാണ് ബഹുമാനിക്കേണ്ടത്? നമ്മുടെ അച്ഛനെയും അമ്മയൊക്കെ ദൈവത്തിനെ പോലെ നമ്മൾ കരുതേണ്ടുന്ന ആൾക്കാരെയാണ്. അച്ഛനെയും അമ്മയെയും നമ്മൾ അധ്യാപകരെയും നമ്മുടെ ഗുരുക്കന്മാരെയും എല്ലാം നമ്മൾ നല്ല ദൈവത്തെ പോലെ ബഹുമാനിച്ച് കാണേണ്ടതാണ്. പിന്നെ അവരെ മാത്രം ബഹുമാനിച്ചാൽ മതിയോ? പോരാ. നമ്മുടെ പ്രായത്തിൽ മുതിർന്ന ആൾക്കാർ, നമ്മുടെ പ്രായത്തിൽ മുതിർന്ന ആൾക്കാരെ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. അവരോടൊക്കെയുള്ള ആ ഒരു സംസാരമൊക്കെ വളരെ ഭവ്യമായിട്ടുള്ള രീതിയിലായിരിക്കണം. നല്ല വിനയത്തോടു കൂടി ബഹുമാനത്തോടു കൂടിയുള്ള സംസാരവും പെരുമാറ്റമൊക്കെ ആയിരിക്കണം. നിങ്ങൾ ചെറിയ ക്ലാസ് മുതലേ അതെല്ലാം ശീലിച്ച് വരണ്ടേ? നിങ്ങൾ അങ്ങനെയാണെന്ന് എനിക്കറിയാം കേട്ടോ. അപ്പോഴെന്താണ്? നല്ല നമ്മൾ വന്ദിതന്മാർ, നമ്മൾ വന്ദിക്കേണ്ടുന്നവരെ, നമ്മൾ ബഹുമാനിക്കേണ്ടുന്നവരെ എന്ത് ചെയ്യണം? ബഹുമാനിക്കേണ്ടവരെ നമ്മൾ ബഹുമാനിക്കണം. പക്ഷെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നു നോക്കിയേ, വന്ദിതന്മാരെ കാണുന്ന നേരത്തു നിന്ദിച്ചത്രേ പറയുന്നിതു ചിലർ. നിന്ദിക്കുക എന്ന് വെച്ചാൽ എന്താണ്?
പരിഹസിക്കുക. നിന്ദിക്കുക, പരിഹസിക്കുക, നിന്ദിക്കുക. അപ്പോൾ വന്ദിക്കേണ്ടവരെ കാണുമ്പോൾ എന്ത് ചെയ്യുന്നു? കുറെ ആളുകൾ നിന്ദിക്കുന്നു. നിന്ദിക്കുക എന്ന് വെച്ചാൽ പരിഹസിക്കുക, പരിഹസിക്കുക. അപ്പോൾ പണ്ഡിതന്മാരെ കാണുമ്പോൾ, വന്ദിക്കേണ്ടുന്നവരെ, ബഹുമാനിക്കേണ്ടുന്നവരെ കാണുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇതിനകത്ത് കുറെ ആളുകൾ നിന്ദിക്കുന്നു. പണ്ഡിതന്മാരെ കാണുന്ന നേരത്ത് നിന്ദിച്ചത്രേ പറയുന്നിതു ചിലർ. അപ്പോൾ ബഹുമാനിക്കേണ്ടുന്ന ആളുകളെ നമ്മൾ എപ്പോഴും ബഹുമാനത്തോടു കൂടി മാത്രമേ നമ്മൾ കരുതാവൂ. അവരോട് ബഹുമാനത്തോടു കൂടി സംസാരിക്കണം, ബഹുമാനത്തോടു കൂടി പെരുമാറണം. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ചെറുതിലേ മുതൽ ശ്രദ്ധിക്കണം കേട്ടോ. ചെറുതിലേ മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതെല്ലാം. നിന്ദിച്ചത്രേ പറയുന്നിതു ചിലർ. കാണുക നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വം ഈ വണ്ണം നിൽക്കൂവെന്നും ചിലർ. എന്താണ്? കാണുക നമ്മുടെ സംസാരം കൊണ്ട്, നമ്മളുടെ ആ ഒരു സംസാരം കൊണ്ടത്രേ വിശ്വം ഈ വണ്ണം നിൽക്കൂവെന്നും ചിലർ. എന്താണ് വിശ്വം? വിശ്വം ലോകമാണ്. നമ്മുടെ വിശ്വം നമ്മുടെ ലോകമല്ലേ? വിശ്വം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ലോകമാണ്. വിശ്വം, ലോകം. വിശ്വം എന്ന് പറയുന്നത് നമ്മുടെ ലോകമാണ്. കാണുക നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വം ഈ വണ്ണം നിൽക്കൂവെന്നും ചിലർ. എന്താണ്? നമ്മുടെ ആ ഒരു സംസാരം കൊണ്ടാണ്, നമ്മുടെ ആ ഒരു സംസാരം, നമ്മുടെ ആ ഒരു പെരുമാറ്റം കൊണ്ടാണ് എന്താണ് ഈ ലോകം ഇതുപോലെ നിൽക്കുന്നതെന്നാണ് ആരോട് പറയുന്നത്? ചില ആളുകൾ പറയുന്നതാണ്. കാണുക നമ്മുടെ സംസാരം കൊണ്ടത്രേ, നമ്മുടെ ആ ഒരു സംസാരം കൊണ്ടാണ് നമ്മുടെ ഈ ലോകം ഇങ്ങനെ നിലനിൽക്കുന്നതെന്ന് ആര് പറയുന്നു? ചില ആളുകൾ പറയുന്നു. അപ്പൊ നമ്മുടെ സംസാരം കൊണ്ടാണ്, നമ്മുടെ സംസാരം കൊണ്ട് ഈ വിശ്വം ഈ വണ്ണം, നമ്മുടെ ലോകം ഇതുപോലെ നിൽക്കുന്നുവെന്ന് ചിലർ പറഞ്ഞത്. ചിലരൊക്കെ ആണെങ്കിൽ എന്താ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭയങ്കര സംസാരമായിരിക്കും. എന്താണ്? നമ്മളിപ്പോൾ ഒരു ഭാഷ പറയും, തള്ളു ഇല്ലയോ? തള്ളെന്നുള്ള ചുമ്മാ അതങ്ങ് പറഞ്ഞ് അങ്ങ് പോകുന്ന രീതിയാണ്. അങ്ങ് പറഞ്ഞ് സംസാരിച്ച് അങ്ങ് പോകുന്നതായിരിക്കും. അതിനകത്തൊന്നും ചിലപ്പോൾ എന്താണ്, വെറും ഒന്നും കാണില്ല, വെറുതെ ഒരു കാര്യം കാണത്തില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നു, ഞാൻ ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നവർ കഴിയും. ഇപ്പം നമ്മളെ സോഷ്യൽ മീഡിയകളൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ എന്ത് കാണാം? നമ്മളുടെ ഇപ്പം തന്നെ നമ്മളുടെ COVID-19 ആ ഒരു കാലഘട്ടമാണ്. എന്താണ്? മാസ്ക് കൊടുക്കുന്ന വിതരണം ചെയ്യുന്നത് കാണുന്നില്ലേ? ഇപ്പോൾ കുറച്ച് നമ്മൾ ഭക്ഷണ കിറ്റ് വിതരണം ചെയ്യുന്നത് കാണുന്നുണ്ട് ഇല്ലേ? ഭക്ഷണത്തിന് വെജിറ്റബിൾ കിറ്റ് കൊടുക്കുന്നുണ്ട്, ബാക്കി ഗ്രോസറി ഐറ്റംസ് എല്ലാം കൊടുക്കുന്നുണ്ട്, മാസ്കുകൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വിതരണങ്ങൾ ചെയ്യുന്ന കാര്യം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടി നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതെന്തിനാണ്? അപ്പോഴെന്താണ് അവരുടെ വിചാരം? എന്താണ്? അവർ മാത്രമേ ഈ ലോകത്തെ നന്നാക്കുന്നുള്ളൂ എന്നുള്ള വിചാരമുള്ള ആൾക്കാരില്ലേ? അതുകൊണ്ട് പറയുന്നതാണ് അപ്പോൾ വിശ്വം ഈ വണ്ണം നിൽക്കൂവെന്ന് വെച്ചില്ല. അപ്പോൾ എന്താണ്? ആ ഒരു സംസാരം കൊണ്ടാണ്, അവരുടെ ആ ഒരു പ്രവൃത്തി കൊണ്ടാണ്, ആ ഒരു സംസാരം കൊണ്ടാണ് ഈ ലോകം നിലനിന്ന് പോകുന്നതെന്ന് ചിന്തിക്കുന്ന കുറെ ആളുകളുണ്ട്. അപ്പോൾ മറ്റുള്ളവർ നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിച്ചാൽ, ഇപ്പം നമ്മൾ ഈ സോഷ്യൽ മീഡിയകളൊന്നും ഇല്ലെങ്കിൽ പോലും എന്തുമാത്രം സഹായങ്ങൾ ചെയ്യുന്ന ആളുകൾ വേറെ ഉണ്ട് ഇല്ലേ? ഇപ്പൊ എന്താണ് പൊതുവെ പറയുന്നത്? എന്താണ്? ഒരു കൈ കൊണ്ട് നമ്മൾ ഒരാൾക്ക് ഒരു സാധനം കൊടുക്കുമ്പോൾ മറ്റേ കൈ അറിയരുത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ഒരാൾക്ക് ഒരു കൈ കൊണ്ട് ഒരു സാധനം കൊടുക്കുകയാണ്. എന്തുമാകാം, പൈസയാകാം, സ്വർണ്ണമാകാം, എന്ത് സഹായങ്ങളും നമുക്ക് ഒരാൾക്ക് ഒരു കൈ കൊണ്ട് കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മറു കൈ പോലും അത് അറിയരുത്. അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ, അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ബഹുജനം പലവിധം പറഞ്ഞില്ലേ, അതുമായിട്ട് നോക്കാം. അങ്ങനെ കുറെ ആളുകൾ അറിയിച്ചുകൊണ്ട് അവർക്കൊരു പരസ്യമാകാൻ വേണ്ടിയിട്ട്, അവർ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഇപ്പുറത്തെ ഒരു വിഭാഗമാണെങ്കിലോ ഒരു കൈ കൊണ്ട് കൊടുത്താൽ മറുകൈ പോലും അറിയാതെ കൊടുക്കുന്ന ആളുകളും ഉണ്ട്. അപ്പോഴെന്താണ്? മനുഷ്യർ പറഞ്ഞില്ലേ, വ്യത്യസ്ത സ്വഭാവത്തിലുള്ള മനുഷ്യർ. കണ്ടോ? കാണുക നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വം ഈ വണ്ണം നിൽക്കൂവെന്നും ചിലർ. നമ്മുടെ ആ ഒരു സംസാരം കൊണ്ട്, എന്താണ് സംസാരത്തിൽ നമ്മുടെ ആ ഒരു പെരുമാറ്റവും കാര്യങ്ങളുമാണ്, നമ്മുടെ ആ ഒരു പ്രകൃതിയിലുള്ള ആ ഒരു പെരുമാറ്റത്തിന്റെ കാര്യമാണ് പറയുന്നത്. ആ സംസാരം കൊണ്ടാണ് വിശ്വം ഈ വണ്ണം, നമ്മുടെ ലോകം ഇതുപോലെ നിലനിൽക്കുന്നത്. വെച്ചാൽ ഈ ലോകം ഇങ്ങനെ നിലനിൽക്കുന്നതിന്റെ പിന്നിൽ അവരാണെന്നാണ് കുറെ ആളുകളുടെ ധാരണ. അടുത്ത് നോക്കിക്കേ, ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ചു. എന്താണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്നത്? എന്താണ്? ഒരു ബ്രാഹ്മണന്റെ അവസ്ഥയാണ്.
എന്താണ് ബ്രാഹ്മണന്റെ അവസ്ഥ എന്ന് പറയുന്നത്? എന്താ ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മളുടെ ജാതി വ്യവസ്ഥ വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും ഉയർന്ന തട്ടിൽ നിൽക്കുന്ന ആളാണ് ബ്രാഹ്മണൻ. എന്താണ് ആ ബ്രാഹ്മണന്റെ അവസ്ഥ? ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ചു കുന്തിച്ചു ബ്രഹ്മാവും എനിക്കൊവ്വായെന്നും ചിലർ. അപ്പോഴെന്താണ് ആ ബ്രാഹ്മണന്റെ ഒരു അവസ്ഥ? ആ ഒരു ബ്രാഹ്മണ്യം വെച്ചാൽ അവരെന്നെ പറഞ്ഞില്ലേ, നമ്മുടെ ജാതി വ്യവസ്ഥയിൽ ഏറ്റവും ഉയർന്ന തട്ടിൽ നിൽക്കുന്ന ആളുകളാണെന്നുള്ള ഒരു ധാരണ പൊതുവെ ബ്രാഹ്മണർക്ക് ഉണ്ട്. അവരുടെ ജോലി എന്താണ്? അവരുടെ ജോലി എന്ന് പറയുന്നത് പൂജ ചെയ്യുകയാണ്, ഈശ്വര സേവ ചെയ്യുകയാണ്, ഭഗവാനെ നേരിട്ട് സേവിക്കണം. അപ്പം നമുക്ക് എന്തെങ്കിലും കാര്യം ഈശ്വരനോട് പറയാനുണ്ടെങ്കിൽ ഇടയ്ക്കൊരു മീഡിയേറ്ററായിട്ട് ആര് കാണും? ബ്രാഹ്മണൻ കാണും. എന്താണ്? നമ്മൾ അമ്പലത്തിലേക്ക് ഭഗവാന് കുറച്ച് പൂക്കൾ കൊണ്ട് കൊടുക്കുകയാണ്. പൂക്കൾ കൊണ്ട് കൊടുത്ത് നമുക്ക് എടുത്തങ്ങ് ഭഗവാന് ചാർത്താൻ പറ്റുമോ? ആ പൂവുകൾ പറ്റുമോ? ഇല്ല. നമ്മൾ എന്താണ്? നമ്മൾ കൊണ്ടുവന്ന് അമ്പലത്തിന്റെ പടിക്കെട്ടിൽ വെക്കുന്നു. അപ്പോൾ പടിക്കെട്ടിൽ വെക്കുമ്പോൾ എന്ത് ചെയ്യും? തിരുമേനി വന്നെടുത്ത് കുറച്ച് വെള്ളം ആദ്യമേ അങ്ങ് കുടയും, ശുദ്ധമാക്കാൻ അല്ലേ? ശുദ്ധമാക്കാൻ വേണ്ടി കുറച്ച് വെള്ളമെല്ലാം കുടഞ്ഞ് കൊണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് എടുത്ത് ഭഗവാന് അർപ്പിക്കുന്നത് അല്ലേ? അപ്പോൾ ഭഗവാൻ ഏറ്റവും അടുത്തുള്ള ആളാരാണ്? ബ്രാഹ്മണനാണ്. അപ്പോൾ ബ്രാഹ്മണന്റെ ആ ഒരു എന്താണ്? ആ ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ചു. അപ്പോൾ ബ്രാഹ്മണൻ പൊതുവെ ഒരു ധാരണ എന്താണ്? ഞാനാണ് ഏറ്റവും വലിയ ആള്, ഞാനല്ലേ ഭഗവാൻ നേരിട്ട് പൂജ ചെയ്യുന്ന ആള്. അപ്പോഴെന്താണ് ആ ഒരു ബ്രാഹ്മണന്റെ ആ ഒരു അവസ്ഥ? ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ചു കുന്തിച്ചു ബ്രഹ്മാവും എനിക്കൊവ്വായെന്നും ചിലർ. ബ്രഹ്മാവ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ സൃഷ്ടി നടത്തുന്ന ആ ഒരു ഈശ്വരല്ലേ? സൃഷ്ടി സ്ഥിതി സംഹാരം, അങ്ങനെ 3 ദൈവങ്ങൾ, 3 രീതിയിലുള്ള ഈശ്വരന്മാരെ പറ്റി പറയുന്നില്ലേ? അപ്പോൾ ബ്രഹ്മാവിനെന്താണ്? ബ്രഹ്മാവാണ് ഓരോ സൃഷ്ടികർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പോഴെന്താണ്? സൃഷ്ടികർമ്മം ചെയ്യുന്ന ആ ഒരു ബ്രഹ്മാവിന്റെ മുമ്പിൽ എന്താണ്? ഈ ബ്രാഹ്മണ്യം കൊണ്ട് ഒന്നിച്ചു നിൽക്കുന്നവരെന്ത് ചെയ്യുന്നു? ബ്രഹ്മാവും എനിക്ക് ഒവ്വായെന്നും ചിലർ. ബ്രഹ്മാവ് എനിക്കെന്ന് വെച്ചാൽ ബ്രഹ്മാവ് അങ്ങനെ ഒരു പരിഹാസിച്ച് പുച്ഛിച്ചു പോകുന്ന രീതിയിലുള്ള ആളുകളാണ് ഈ പറയുന്നത്. ഈ ബ്രാഹ്മണ്യത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? അവർ ബ്രഹ്മാവിനേക്കാൾ സൃഷ്ടികർമ്മം ചെയ്യുന്ന ഭഗവാൻ ആ ബ്രഹ്മാവിനേക്കാൾ കൂടിയ ആളുകളാണ് ഈ ബ്രാഹ്മണ്യം. ബ്രാഹ്മണന്മാരെന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന കുറെ ആളുകൾ ഉണ്ട്. ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ചു കുന്തിച്ചു ബ്രഹ്മാവും എനിക്കൊവ്വായെന്നും ചിലർ. ബ്രഹ്മാവ് എനിക്കൊന്നും ഒന്നുമല്ല, അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട്. യുദ്ധം ഓരോന്നു ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാപം ശിവ ശിവ. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. യുദ്ധം ഇപ്രകാരം ആണ്. യുദ്ധം ഇപ്രകാരം. യുദ്ധം ഇപ്രകാരം കാണാലോ? ഇപ്രകാരം കാണാമല്ലോ അല്ലേ? ഇപ്രകാരം ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴെന്താണ്? ഇപ്രകാരം എന്ന് പറയുന്നത് യുദ്ധം ഇപ്രകാരം. ആ ഇപ്രകാരം എന്ത് ചെയ്യുന്നു? ഇപ്രകാരം ചിന്തിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ ബ്രഹ്മാവിനേക്കാൾ വലിയ ആളാണ് ഞാനെന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ചത്തു അങ്ങ് പോകും. ഒരു നിമിഷം കൊണ്ട് മരിച്ചങ്ങ് പോകും ആളുകൾ. ഇത്രയ്ക്കേ ഉള്ളൂ. യുദ്ധം ഓരോന്നും ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാപം ശിവ ശിവ. എന്ത് ചെയ്യാൻ? നമ്മളെല്ലാവരും സ്വപ്നം കാണുകയും എന്താണ് ധാരാളത്തോട് വാരി കൂട്ടുകയും ഒക്കെ ചെയ്യത്തില്ലേ? ആ ഒരു വഴക്കിടുന്ന് പോയപ്പോൾ ചുമ്മാ മറ്റുള്ളവരോട്ട് വെറുതെ കലഹിക്കുന്നു. അച്ഛനും അമ്മയ്ക്ക് ആഹാരത്തിന് പോലും കൊടുക്കാത്ത ആളുകളുണ്ട്. ഭാര്യയെ തിരിഞ്ഞു നോക്കാത്ത ആളുകൾ. എന്താണ് ആഹാരത്തിന് വകയില്ലാതെ ലാളിച്ച് കൊണ്ടുവരുന്ന കുഞ്ഞിനെ വിൽക്കുന്ന ആളുകൾ. അങ്ങനെ എന്തുമാത്രം ആളുകളെയാണ് നമ്മൾ ഇതിനകത്ത് കണ്ടത് ഇല്ലേ? എങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ എന്തുമാത്രമുള്ള ആളുകളെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ലാസ്റ്റ് എന്താണ്? ഒരു നിമിഷം കൊണ്ട് എല്ലാം ചത്തു പോവുകയാണ്. ആ ഒരു ജീവിതമേ അവിടെ ഇല്ലാതായി പോകുന്നു. ഒരു നിമിഷം കൊണ്ട് മരണം വന്ന് ചത്തു പോവുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഈ ഒരു കവിതാ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചേ. ഏതാണ്? ഏത് കവിത കൃതിയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? ജ്ഞാനപ്പാന. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ. മതമത്സരം ചിന്തിച്ചു ചിന്തിച്ചു മതികെട്ടു നടക്കുന്നിതു ചിലർ. കോലകങ്ങളിൽ സേവകര
ശത്രുക്കൾ കണ്ടു ശിക്ഷിച്ചു ചെല്ലുമ്പോൾ ശത്രുവെ പോലെ ക്രുദ്ധിക്കുന്നു ചിലർ. വന്ദിതന്മാരെ കാണുന്ന നേരത്തു നിന്ദിച്ചത്രേ പറയുന്നിതു ചിലർ. കാൺക നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വമീ വണ്ണം നിൽപ്പൂവെന്നും ചിലർ. ബ്രാഹ്മണ്യം കൊണ്ടു കുന്തിച്ചു കുന്തിച്ചു ബ്രഹ്മാവുമെനിക്കൊവ്വായെന്നും ചിലർ. യുദ്ധമോരോന്നു ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവ ശിവ. ഇതാണ് അപ്പോഴും പറഞ്ഞത് നമ്മുടെ പല തരത്തിലുള്ള പല തട്ടിലുള്ള ആളുകളുടെ ചിന്തയും കാര്യങ്ങളുമാണ് ഈ പറയുന്നത്. ആളുകളുടെ അവസ്ഥയാണ് ഇതിൽ പറയുന്നത്. എന്താണ്? ഒരു സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുന്ന ആളുകൾ, അങ്ങനെ വഴക്കിടുന്ന ആളുകൾ, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എന്താണ് അങ്ങനെ വഴക്കിട്ട് ബുദ്ധി പോലും നശിച്ചു പോകുന്ന, ബുദ്ധി പോലും ഇല്ലാതായി പോകുന്ന കുറെ ആളുകളുണ്ട്. പിന്നെന്താണ്? ആ കോലകങ്ങളിൽ, കോലകം എന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ കൊട്ടാരം, ആ കൊട്ടാരത്തിലെ സേവകരായിട്ട് പോകുമ്പോൾ എന്താണ്? ആ കോലം കെട്ടി ഞെളിയുന്നത് അവരാണ്, ആ കൊട്ടാരത്തിലെ സേവകരാണ് രാജാവിനെപ്പോൾ വലിയ ഗമയായിട്ടിരിക്കുന്നത്, അങ്ങനെ നമുക്ക് തോന്നുന്നതുണ്ട്. പിന്നെന്താണ്? കൊഞ്ചിക്കൊണ്ട് വളർന്നൊരു പൈതലെ കഞ്ഞിക്കില്ലാനും വിൽക്കുന്നിതു ചേർത്ത്. നമ്മൾ വളരെ ലാളിച്ച് ഓമനിച്ച് വളർത്തുന്ന കുഞ്ഞിനെ എന്താണ്? കഞ്ഞി കൊടുക്കാൻ മാർഗമില്ലാതെ അതിനെ വിൽക്കുന്നു, കഞ്ഞിക്കില്ലാതെ വിൽക്കുന്ന കുറെ ആളുകളുണ്ട്. പിന്നെന്താണ്? അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്ണാൻ പോലും കൊടുക്കുന്നില്ല. അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കുമുള്ള ആഹാരത്തിനുള്ള വക പോലും കൊടുക്കാത്ത കുറെ ആളുകളുണ്ട്. പിന്നെന്താണ്? അഗ്നിസാക്ഷിണി ആയൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല. നമ്മൾ അഗ്നിസാക്ഷിയായിട്ട്, അതായത് നമ്മുടെ ആചാരപ്രകാരം വിവാഹം ചെയ്ത ഭാര്യയെ സ്വപ്നത്തിൽ പോലും ഒന്നും കാണാത്ത ആളുകളുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് ഭാര്യയെ പിന്നെ വേണ്ട, അവർക്ക് ഭാര്യയുടെ അടുത്ത് വരുന്നതും അവരെ സ്നേഹിക്കുന്നതൊന്നുമില്ല, അങ്ങനെ നടക്കുന്ന ആളുകളുമുണ്ട്. പിന്നെന്താണ്? ശത്രുക്കൾ കണ്ടു ശിക്ഷിച്ചു ചെല്ലുമ്പോൾ എന്താണ്? നല്ല ആളുകൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെ ചെല്ലുമ്പോൾ അവരെ ശത്രുവിനെ പോലെ കാണുന്ന കുറെ ആളുകളുണ്ട്. നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ചെല്ലുന്ന നല്ലവരായിട്ടുള്ള മനുഷ്യരെ കൊണ്ട് ചെല്ലുമ്പോൾ തന്നെ അവരെ ശത്രുവായിട്ട് കാണുന്നുണ്ട്. പിന്നെന്താണ്? വന്ദിതന്മാരെ കാണുന്നത്, നമുക്ക് ബഹുമാനിക്കേണ്ടുന്ന ആളുകളെ കാണുന്ന നേരത്തെ എന്താണ്? നിന്ദിക്കുക, അവരെ പരിഹസിച്ച് പറയുന്നതായിട്ടുള്ള കുറെ ആളുകൾ, നമ്മളെ ബഹുമാനിക്കേണ്ടുന്ന ആളുകൾ, നമ്മൾ ബഹുമാനിക്കേണ്ടുന്ന ആളുകളെ കാണുമ്പോൾ അവരെ പരിഹസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ട്. പിന്നെന്താണ്? കാണുക നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വം ഈ വണ്ണം നിൽപ്പുവെന്നും ചിലർ. ഞാനുള്ളത് കൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ നിലനിൽക്കുന്നത് എന്ന് ചിന്തിക്കുന്ന കുറെ ആളുകൾ ഉണ്ട്. അവരുടെ കഴിവ് കൊണ്ടാണ്, അവരുടെ പ്രയത്നം കൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ നിലനിന്ന് പോകുന്നത് എന്ന് കുറെ ആളുകൾ ചിന്തിക്കുന്നുണ്ട്. പിന്നെ അടുത്തെന്താണ്? ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ചു കുന്തിച്ചു ബ്രഹ്മാവും എനിക്കൊവ്വായെന്നും ചിലർ. എന്താണ്? ആ ബ്രാഹ്മണ്യം, ഒരു ബ്രാഹ്മണനായതുകൊണ്ടാണ് എനിക്കെന്ന ബ്രഹ്മാവ് പോലും അതിന് മുകളിലാണ് ഞാൻ എന്നുള്ള ഒരു ചിന്തയിൽ നടക്കുന്ന കുറെ ആളുകളുണ്ട്. യുദ്ധം ഓരോന്നും ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവ ശിവ. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി ഇരിക്കുകയാണ്, അവരങ്ങ് ചത്തുപോകുന്നു, അവരങ്ങ് മരിച്ചു പോകുന്നു. അങ്ങനെയാണ് ജീവിതം. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? ഇത്രത്തോളം ഉള്ളു. നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ ഇങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് സംഭവിക്കുന്നു? നമ്മൾ അങ്ങ് മരിച്ചു പോവുകയാണ്. അപ്പോഴെന്താണ്? അതിനകത്ത് എന്താണ്? അങ്ങനെ എന്താണ്? ഇങ്ങനെ ഓരോന്ന് വിചാരിച്ചിരിക്കുമ്പോഴും അതങ്ങ് ഇല്ലാതായി പോകണം, നമ്മുടെ ജീവിതമേ ഇല്ലാതായി പോകണം. അതിൽ നിന്നെന്താണ്? നമ്മുടെ ഈ ഒരു പൊങ്ങച്ചം പറിച്ചിട്ട് നമ്മുടെ ഈ മേനി നടിക്കലൊക്കെ ഉണ്ടല്ലോ, ഞാൻ എന്താ ആണെന്നൊക്കെ ഉള്ളൊരു ഭാവം ഉണ്ടല്ലോ, അതെല്ലാം വെറും നിരർത്ഥകമാണെന്നാണ് ഈ കവി പറയുന്നത്. നമ്മളിപ്പോൾ എന്തെല്ലാം ചിന്തിച്ചു കൂട്ടിയാലും, നമ്മൾ എന്തെല്ലാം കാട്ടിക്കൂട്ടി, ഇതെല്ലാം വെറും നിരർത്ഥകമാണെന്നൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ഏത് നിമിഷവും നമുക്ക് മരണത്തിൻ്റെ വിളി കേട്ട് പോകേണ്ടി വരും എന്നാണ് നമ്മളുടെ കവിയായിട്ടുള്ള പൂന്താനം പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ജ്ഞാനപ്പാനെ പറഞ്ഞിരിക്കുന്നത് അതാണ്. പിന്നെ നോക്കിക്കേ, നമ്മുടെ എക്സസൈസിനകത്ത് അർത്ഥം എഴുതുകയുണ്ട്. ഒന്ന് നോക്കിക്കേ, സ്ഥാനമാനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? പദവികൾ. സ്ഥാനമാനങ്ങൾ, പദവികൾ. നാണം കെട്ട്, നാണമില്ലാതെ. മതമത്സരം, അഹങ്കാരം കൊണ്ടുള്ള മത്സരം. ആ മതമത്സരം അഹങ്കാരം കൊണ്ടുള്ള
ബുദ്ധി ഇല്ലാത്തൊരവസ്ഥ. അപ്പൊ എന്താ ചെയ്യുന്നത്? മണ്ടത്തരം കാണിക്കുക. പതികെട്ട് മണ്ടത്തരം കാണിച്ചു. കോലകം, കൊട്ടാരം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്. പിന്നെ കോലം കെട്ടുക, വേഷം കെട്ടുക. കോലം കെട്ടുക, വേഷം കെട്ടുക. ഞെളിയുക, അഹങ്കരിക്കുക. ഞെളിഞ്ഞു നടക്കുന്ന വെച്ചാൽ എന്താ? അവളുണ്ട് ഞെളിഞ്ഞു നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ പറയത്തില്ലേ? ആ ഞെളിഞ്ഞു നടക്കുക എന്ന് വെച്ചാൽ അഹങ്കരിച്ച് നടക്കുക എന്നാണ്. അഹങ്കരിക്കുക. അടുത്ത നോക്കിക്കേ, അഗ്നിസാക്ഷിണിയായി എന്ന് വെച്ചാൽ എന്താ? ആചാരപ്രകാരം വിവാഹം കഴിച്ചത്. അഗ്നിസാക്ഷിണിയായ ഭാര്യ ആചാരപ്രകാരം വിവാഹം കഴിച്ചത്. സ്വത്തുക്കൾ എന്ന് വെച്ചാൽ എന്താണ്? സ്വത്തുക്കളല്ല, സത്തുക്കൾ. സത്തുക്കൾ എന്ന് പറഞ്ഞാൽ നല്ല ആളുകളെയാണ് സത്തുക്കൾ എന്ന് പറയുന്നത്. ക്രുദ്ധിക്കുക, ദേഷ്യപ്പെടുക. വന്ദിതന്മാർ, ആദരിക്കേണ്ട ആളുകൾ. നിന്ദിക്കുക, പരിഹസിക്കുക. വിശ്വം, ലോകം. കുന്തിച്ച്, അഹങ്കരിച്ച്. കുന്തിച്ച് അഹങ്കരിച്ചെന്നാണ്. ബ്രാഹ്മണ്യം, ബ്രഹ്മാവിന്റെ ആ ഒരു അവസ്ഥ. ബ്രാഹ്മണന്റെ അവസ്ഥ. ബ്രാഹ്മണ്യം. യുദ്ധം ഇപ്രകാരം. അതാണ് നമുക്ക് പ്രധാനമായിട്ട് ഇതിനകത്ത് പറയാനുള്ള അർത്ഥം എക്സസൈസിൽ. പിന്നീട് നോക്കിക്കേ, ശൈലിയും ആശയവും. ചരട് പിടിക്കുക, നിയന്ത്രിക്കുക. ആനച്ചന്തം, ആകെയുള്ള ഭംഗി. അതെന്ന് വെച്ചാൽ ഒരു ശൈലി. ഞാൻ നേരത്തെ ശൈലി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ? എന്താണ്? ബഹുജനം, പലവിധം. അതൊരു ശൈലിയാണ്. അതുപോലുള്ള ശൈലിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ആനച്ചന്തം എന്ന് പറയുന്നത് ആകെയുള്ള ഒരു ഭംഗി. ഉണ്ട ചോറയിൽ കല്ലിടുക എന്ന് വെച്ചാൽ നന്ദിയേട് കാണിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. കര കയറുക, രക്ഷപ്പെടുക, അഭിവൃദ്ധിപ്പെടുക എന്നൊക്കെയുണ്ട്. അരക്കൈ നോക്കുക, ശ്രമിച്ചു നോക്കുക. ഞാൻ ഒരു അരക്കൈ നോക്കാം എന്ന് പറഞ്ഞില്ല, ശ്രമിച്ചു നോക്കുക എന്നുള്ളതാണ് അരക്കൈ നോക്കുക എന്ന് പറയുന്നത്. അരയും തലയും മുറുക്കുക. അരയും തലയും മുറുക്കി ഇറങ്ങി. യുദ്ധത്തിനൊക്കെ അരയും തലയും മുറുക്കി ഇറങ്ങിയതൊക്കെ നമ്മൾ പറയത്തില്ലേ? എന്ന് വെച്ചാൽ തയ്യാറെടുക്കുക. ഞാൻ എന്തിനും തയ്യാറായിട്ട് ഇറങ്ങിയിരിക്കാന്ന് പറയത്തില്ലേ? അപ്പൊ അതാണ്. തലയിടുക. നമ്മൾ സ്ഥിരം ചെയ്യുന്നൊരു പരിപാടിയാണ് തലയിടുക. കലത്തിൽ തലയിടുന്ന കാര്യമല്ല കേട്ടോ. എന്താണ്? ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുക. മറ്റുള്ളവരുടെ കാര്യത്തിലാണെങ്കിൽ കയറി ഇടപെടുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ, അതിനാ തലയിടുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പിന്നെന്താണ്? ഊണിലും ഉറക്കത്തിലും എന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും. ഊണിലാണെങ്കിലും ഉറക്കത്തിലാണെന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും എന്നാണ് പറയുന്നത്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ. അപ്പോഴെന്താണ് ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് വെച്ചാൽ എല്ലാ വസ്തുക്കളും ഉൾപ്പെടെയാണ്. ഉപ്പ് മുതൽ കർപ്പൂരം വരെ. ഏറ്റവും നിസ്സാരപ്പെട്ട ഉപ്പ് മുതൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കർപ്പൂരം വരെ. കർപ്പൂരം എന്താ? നമ്മൾ ഭഗവാന് ദീപം ഇങ്ങനെ ചുറ്റിക്കുന്ന സംഭവമല്ലേ കർപ്പൂരം. നമ്മൾ അറിയില്ലേ നിങ്ങൾക്ക്? നമ്മുടെ അമ്പലത്തിലൊക്കെ ചെല്ലുമ്പോഴത്തേന് ദീപാരാധനയൊക്കെ കഴിയുന്ന സമയത്ത് കർപ്പൂരം ഇട്ടിങ്ങനെ ഭഗവാനെ ഒഴിഞ്ഞെടുക്കത്തില്ലേ? അതാണ് കർപ്പൂരം. അപ്പോൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് വെച്ചാൽ എല്ലാ വസ്തുക്കളും ഉപ്പ് മുതൽ കർപ്പൂരം വരെ. അടുത്ത കണ്ണുകടി. കണ്ണുകടി എന്ന് പറഞ്ഞാൽ എന്താണ്? അസൂയാണ് കണ്ണുകടി. പിന്നെ നോക്കി അടിവരയുടെ പദത്തിന് പകരം അനുയോജ്യമായ മറ്റൊരു പദം. യുദ്ധം ഓരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവശിവ. എന്താണ് യുദ്ധം ഇപ്രകാരം? യുദ്ധം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം. ഞാൻ അർത്ഥം എഴുതിയിട്ടുണ്ടല്ലോ. യുദ്ധം ഇപ്രകാരം. പിന്നെന്താണ്? കൊഞ്ചിക്കൊണ്ടു വളർന്നു ഒരു പൈതലെ കഞ്ഞിക്കില്ലാഞ്ഞു വിൽക്കുന്നു ദൂഷിതൻ. ആ പൈതൽ എന്ന് പറയുന്നതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വാക്ക് എന്താണ്? കുഞ്ഞ്. പൈതൽ കുഞ്ഞ്. ഇനി ഉത്തരം എഴുതുകയാണ്. 4 ക്വസ്റ്റ്യൻസുണ്ട്. ഞാൻ നോട്ട്സ് തരുമ്പോൾ തരാം. പഠന പ്രവർത്തനങ്ങൾ നമ്മൾ ആദ്യം മുതലുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് ചെയ്യാനുള്ളതാണ്. നിങ്ങളുടെ പരീക്ഷ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ അത് ചെയ്തു തുടങ്ങും. അപ്പോൾ ഓരോ പാഠത്തിൻ്റെയും പ്രവർത്തനങ്ങൾ ഞാൻ വന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അത് എഴുതിയിട്ട് മാഡത്തിന് സെൻഡ് ചെയ്ത് തരണം. ഓക്കെ? അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. എന്ത് സംശയം ഉണ്ടെങ്കിലും മാഡത്തിനെ വിളിച്ച് ചോദിക്കണം. ഓക്കെ? അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.